എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവേ ഇന്നെല്ലാ ടിക്ടോക്കിന്റെ പിറകിലാണ്. എന്തെല്ലാം കാരണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത്? ഏതെങ്കിലും സിനിമയുടെ ഡയലോഗുകൾ കാണാതെ പഠിച്ചിട്ട് അല്ലാഹുവേ പടച്ചവനെ സഹിക്കൂലല്ലോ. ഈ മുസ്ലിം പെണ്ണിനെന്തേ സംഭവിച്ചു പോയത്? എന്തേ പെണ്ണേ നീ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, സങ്കടം കൊണ്ട് പറയുന്നതാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങളാ. എന്റെ മുസ്ലിം പെൺകുട്ടികളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? 15, 20, 30 വയസ്സുള്ള 15, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങള് ചെയ്താ പറയാ അവൾക്ക് പക്വത എത്തിയിട്ടില്ലെന്ന്. ഉമ്മ, നിനക്ക് പക്വത എത്തിയില്ലേ ഉമ്മ? ഒരുപാട് പ്രായമായില്ലേ ഉമ്മ? 3, 4 മക്കളുടെ തള്ളയായില്ലേ ഉമ്മ? നീ എന്തേ ഉമ്മ ഇങ്ങനെ ആയിപ്പോയത്? മക്കളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മമാരാ. സ്വന്തം മക്കള് പേക്കൂത്ത് കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് വാപ്പയും ഉമ്മയുമാ. എത്ര ചീത്തയാ വിളിക്കുന്നതെന്നറിയോ? ഒരു നാണവുമില്ലാതെ മുസ്ലിം പെണ്ണ് എത്ര ചീത്തയാണ് വിളിക്കുന്നത്, എന്തെല്ലാ വൃത്തികേടുകളാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ. ഇന്ത്യ മഹാരാജ്യത്ത് നിനക്കതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട്. പക്ഷേ എന്റെ പെങ്ങളോട് എനിക്കൊരപേക്ഷയേ ഉള്ളൂ, ആ ഫർദ് ഒന്ന് ഊരി വെക്കുമോളെ. അത്രയെങ്കിലും ഒരു കരുണ കാണിക്കടി, അത്രയെങ്കിലും ഒരു കരുണ നീ കാണിക്ക്. എന്തിനായി ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്, ഈ സമുദായത്തിനെ നാണം കെടുത്തുന്നത്? നിനക്ക് ചിലപ്പോൾ അതൊരു കറുത്ത വസ്ത്രമായിരിക്കുവടി, പക്ഷേ അത് വെറും ഒരു വസ്ത്രമല്ല. മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഒരുപാട് മഹദിമാര് ധരിച്ച വസ്ത്രമാ മോളെ.